നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. റാപ്പർ വേടൻ തന്നെയാണ് വിഷയം. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് റാപ്പർ വേടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വിവാദങ്ങളാണ് കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു പീഡന പരാതി കൂടെ വേടനെതിരെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ഒരു പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസും അതോടൊപ്പം തന്നെ ലഹരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കേസ് വേടനെതിരെ വരികയും വലിയ രീതിയിലുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ വേടന് കിട്ടുന്നതും വേടൻ തിരിച്ചു വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, വേടന്റെ ഗാനങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പലരും വേടനെ ഫോളോ ചെയ്യുന്നത്. വേടന്റെ ഗാനങ്ങളൊക്കെ ഞാനും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതിനകത്തൊന്നും നമുക്ക് വേടനുമായിട്ട് ഒരു എതിരഭിപ്രായവുമില്ല. കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നല്ല അടിപൊളി ഗാനങ്ങളൊക്കെ തന്നെയാണ് വേടൻ മുന്നോട്ട് വെക്കുക. പക്ഷെ ഇങ്ങനെ കുറെ വിവാദങ്ങളിൽ പെട്ടുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന വിവാദം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പീഡന കേസാണ്. സോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഇതുപോലുള്ള സമകാലിക വിഷയങ്ങളുടെ വിശദീകരണങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത്, റാപ്പർ വേടനെതിരെ പുതിയൊരു പീഡന പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 30 വൈകുന്നേരത്തോടെ ഒരു യുവ ഡോക്ടറാണ് വേടനെതിരെ ഒരു പീഡന പരാതിയുമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരിക്കുന്നത്. പീഡന പരാതിയിൽ പറയുന്നത് ഇതാണ്: 2020-21 കാലയളവില് വേടനുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഈ പെൺകുട്ടി പരിചയപ്പെട്ടു എന്നാണ് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സൗഹൃദം വളരുകയും പലയിടത്തായിട്ട് വെച്ച് വേടൻ ഇവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് ഈ യുവ ഡോക്ടർ അവരുടെ പരാതിയിൽ പറയുന്നത്. അതായത് 2020-21 കാലയളവിലാണ് ഇൻസ്റ്റാഗ്രാം വഴി അവർ പരിചയപ്പെടുന്നത്. അതിനുശേഷം സൗഹൃദം വളരെയും കോഴിക്കോടും മറ്റ് സ്ഥലങ്ങളിലും വെച്ചും, അതായത് വേടന്റെ ചില പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ വെച്ച് ഈ പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിന് ഇരയായി എന്നാണ് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ബലാത്സംഗ ശ്രമം അല്ലെങ്കിൽ ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ വേടനെതിരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോലീസ് ഉദ്ദേശിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. സോ ഈ കേസിന്റെ വിശദാംശങ്ങൾ നീളുന്ന 2023 വരെ ഉള്ള ഒരു കാലയളവിലാണ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അത് 2023 വരെ വിവാഹ വാഗ്ദാനം വേടൻ ഈ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു എന്നും, എന്നാൽ 2023 ആയപ്പോഴേക്കും, നമുക്കറിയാം 2020-21 കാലയളവിൽ തുടങ്ങുന്ന ബന്ധമാണ്. 2023 ആയപ്പോഴേക്കും വേടൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് യുവതിയുടെ ആ ഒരു മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, അതിനുശേഷം ഈ കുട്ടി ടോക്സിക് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേടൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നെന്നും ഈ ഒരു മൊഴിയിൽ യുവതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്കൊക്കെ പോകുമെന്നും, തനിക്ക് ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ അന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ സാധിച്ചിരുന്നില്ല എന്നും, എന്നാൽ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വിവാദങ്ങൾ ഞാൻ വീഡിയോയുടെ മുമ്പ് പരാമർശിച്ചതുപോലെ തന്നെയുള്ള കഴിഞ്ഞ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വേടനെതിരെ പലതരത്തിലുള്ള മീറ്റു ആരോപണങ്ങളും ഒക്കെ പണ്ട് വേടനിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പല പെൺകുട്ടികളും മുൻപന്തിയിലേക്ക് വരുന്നതൊക്കെ കണ്ടിരുന്നു. സോ ആ ഒരു പശ്ചാത്തലത്തിൽ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ഈ യുവതി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കേസിനെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ പോലീസ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അടുത്ത ഈ ഒരു നിമിഷങ്ങളിൽ തന്നെ വേടനെതിരെ ഒരു FIR ഒരുപക്ഷെ തൃക്കാക്കര പോലീസിൽ നിന്നുണ്ടാവും. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയിലേക്കായിരിക്കും വേടൻ പോവുക. സോ ഇതാണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വേടനെതിരെ വന്നിട്ടുള്ള കേസിന്റെ ഒരു ഇതിവൃത്തം. ഇതാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ. ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ, എങ്ങനെയാണ് പീഡനത്തിന് ഇരയായത്, എവിടെ വെച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൊഴിയിലുണ്ട് എന്നാണ് മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, അതായത് ഡേറ്റുകളിൽ ഈ പറയുന്ന സംഭവ സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇതൊരു ആരോപണമാണോ അതല്ല എങ്കിൽ ഇതിനകത്ത് കഴമ്പുള്ള ആരോപണമാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്. ഇതാണ് നിലവിൽ വേടനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം, അല്ലെ വേദനയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് കരുതുന്നു. സോ ഈ ഒരു ചുരുങ്ങിയ വീഡിയോയിൽ കൂടെ ആ ഒരു വിശദാംശം മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടാം. ബൈ.